ഭയപ്പെടേണ്ട. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണിത്. അത് ആട്ടിടയരായാലും ശരി, യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നാലും ശരി, അവരുടെയൊക്കെ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിൽ അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളിൽ ഒക്കെ ദൈവം ഇടപെടുകയും ഇപ്രകാരം അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഭയപ്പെടേണ്ട. വിശ്വാസത്തിൽ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുവാനായിട്ട് ഉള്ള ഒരു പ്രബോധനമാണിത്, ഒരു പ്രചോദനമാണിത്. നമ്മുടെ ഭയങ്ങളെ ദൈവത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെ വേട്ടയാടപ്പെടുകയാണ്. പല കാരണങ്ങൾ അതിനുണ്ടാകാം. നല്ലൊരു ശതമാനം പ്രശ്നങ്ങളും നമ്മൾ മാധ്യമങ്ങളിൽ അറിയുന്നില്ല, പക്ഷേ കണക്കുകൾ അത് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള അവസരങ്ങളിൽ ഭയത്തിലേക്ക് പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവിടെയാണ് നമ്മുടെ വിശ്വാസം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല യേശുവിനോടത്തുള്ള വഴി എളുപ്പമുള്ളതാണെന്ന്. മറിച്ച് അവനെ അനുഗമിക്കുന്ന നമുക്ക് കുരിശുകളും പ്രശ്നങ്ങളും പീഡനങ്ങളുമൊക്കെ ഉണ്ടാകും. അത് കൃത്യമായിട്ട് യേശു പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾക്കിടയിലും ധൈര്യമുള്ളവരായിരിക്കുവാൻ, ആത്മാവിൻ്റെ ശക്തിയുള്ളവരായിരിക്കുവാൻ യേശു നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ സുവിശേഷത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ധൈര്യം ഒത്തിരി മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജീവിതം സമർപ്പിച്ച ഡിട്രിഹ് ബോൺഹോഫർ എന്ന പാസ്റ്റർ, അദ്ദേഹം ഇപ്രകാരം എഴുതുന്നു: ദൈവത്തിൻ്റെ വചനം എന്നിലുണ്ടെങ്കിൽ അപരിചിതമായിട്ടുള്ള വഴികളിലും അപരിചിതമായിട്ടുള്ള കാര്യങ്ങളിലും ഞാൻ വഴി കണ്ടെത്തും. അനീതിയിലും ഞാൻ നീതി അനുഭവിക്കും. ജീവിതത്തിൽ ഉറപ്പുകളില്ലാതെ വരുമ്പോൾ അവിടെയും ഞാൻ ശക്തമായ നിലപാട് കണ്ടെത്തും. എൻ്റെ പീഡകളിൽ ഞാൻ ക്ഷമയും കണ്ടെത്തും. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ശക്തി ഉണ്ടാകും. ജീവിതത്തിലെ പ്രശ്നങ്ങളെ, അത് എന്തു തന്നെയായാലും, ഏത് അവസ്ഥകളിലായാലും അവയെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത്. നമ്മൾ ചെറിയ അജഗണമാണ്, യേശു പറയുന്നുണ്ട്. ഈ വഴിയിൽ പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടായ്മ എന്ന നിലയിൽ, വിശ്വാസത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരെന്ന നിലയിൽ പരസ്പരം ശക്തിപ്പെടുത്തുവാൻ നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഭയങ്ങളെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. സ്നേഹത്തിലും വിശ്വാസത്തിലും നമ്മൾ ചെയ്യുന്ന ചെറിയ ഒരു കാര്യം പോലും അതിനും ശക്തമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ലഭിക്കും. നമുക്ക് ക്രിസ്ത്യാനികൾക്ക് നമ്മെപ്പറ്റി പറയുവാനായിട്ടുള്ള ലോബിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വചന ശുശ്രൂഷയിൽ, നമ്മുടെ പ്രവൃത്തികളിൽ വളരെ കരുതലും വിവേകവും ഉള്ളവരായിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ സംശയം ഉളവാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോകാറുണ്ടോ? വിശ്വാസവും ദൈവത്തിലുള്ള പ്രതീക്ഷയുമൊക്കെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കരുതലും വിവേകവുമൊക്കെ. കാരണം സുഹൃത്തുക്കൾ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളത്, ഒപ്പം ശത്രുക്കളുമുണ്ട്. നമ്മുടെ ചെറിയ ഒരു വീഴ്ച പോലും ആഘോഷിക്കുവാൻ, അത് ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ അടുത്തേക്ക് വന്ന മനുഷ്യരോട് യേശു ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളും ചോദിക്കേണ്ട ഒരു ചോദ്യം അതാണ്. നമ്മുടെ അടുത്തേക്ക് വരുന്ന, ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വരുന്ന മനുഷ്യരോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാനാണോ അവർ വന്നിരിക്കുന്നത്? അതോ അവരുടെ ജീവിതത്തിലെ ദാരിദ്ര്യത്തിൽ നിന്നോ കഷ്ടപ്പാടിൽ നിന്നോ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിന്നോ രക്ഷ നേടുവാനായിട്ടുള്ള ഒരു വഴിയാണോ അവർ തിരഞ്ഞെടുക്കുന്ന
ഈ ക്രിസ്തുവിൻ്റെ പാത. യേശു പറയുന്നത് പോലെ മുത്തുകൾ നമ്മൾ പന്നികളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കരുത്. അതിൻ്റെ അർത്ഥം പക്വതയോടുകൂടി, വിവേകത്തോടുകൂടി, ബുദ്ധിപരമായിട്ട് സുവിശേഷ പ്രഘോഷണത്തിൽ ഇടപെടണമെന്നുള്ളത്. അതെ, നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ലോബി ഉണ്ടാകണമെന്നില്ല. എന്നാലും നമുക്ക് ശക്തനായിട്ടുള്ള, അതിശക്തനായിട്ടുള്ള ദൈവമുണ്ട്. അവൻ നമുക്ക് വിവേകവും വിശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ഇവയൊക്കെ, ഈ ദാനങ്ങളെയൊക്കെ നല്ല രീതിയിൽ നീതിപൂർവം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിൻ്റെ നന്മയെ പ്രതിഫലിപ്പിക്കുമ്പോൾ അതുവഴിയൊക്കെ നമുക്ക് ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും യേശുവിനെയും യേശുവിൻ്റെ സുവിശേഷത്തെയും ഭയമില്ലാതെ നമ്മൾ പ്രഘോഷിക്കണം. എന്നാൽ നമ്മൾ സർപ്പത്തെപ്പോലെ വിവേകമുള്ളവരും പ്രാവിനെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കണം. സുവിശേഷ പ്രഘോഷണത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ വന്നിട്ടുള്ള തെറ്റുകൾ, അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്തുവാൻ നമ്മൾ തയ്യാറാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേകത്തിൻ്റെ വെളിച്ചത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ എത്രമാത്രം ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തോടൊപ്പം സത്യത്തിലും നീതിയിലും നന്മയിലും നിലനിൽക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.